എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സി രാജൻ. ഞാൻ നെയ്യാറ്റിങ്കര KSRTC കണ്ടക്ടറായി ജോലി നോക്കി വരുന്നു. ഞാൻ 2000-ൽ KSRTCയിൽ കയറി. ഈ വരുന്ന മെയ് മാസം 31-ാം തീയതി ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, എൻ്റെ സർവീസിനിടയിൽ പകുതിയിൽ കൂടുതൽ വർഷത്തോളം ഞാൻ നെയ്യാറ്റിങ്കര പൊന്മുടി സർവീസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ കൂടെ ഓടുന്ന ഒരു ഡ്രൈവറുണ്ട്, N. സുരേഷ് കുമാർ. പുള്ളിയും ഞാനും കൂടി ആത്മവിശ്വാസത്തോടു കൂടി ആ സർവീസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. KSRTCയുടെ ആദ്യമായി നെയ്യാറ്റിങ്കരയിൽ നിന്നും തുടങ്ങിയ പൊന്മുടി സർവീസ് നാളതുവരെ നിലയ്ക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ രണ്ടുപേരും അശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ട്. പല സമയത്തും ഈ ഡ്യൂട്ടികൾ സർവീസ് നിലയ്ക്കുന്ന രീതിയിലായപ്പോൾ പോലും നമ്മൾ അതിനുള്ള പ്രതിവിധികൾ കണ്ട് ഈ സർവീസ് നിലനിർത്തി ഇന്നും പോകുന്നുണ്ട്. നെയ്യാറ്റിങ്കര മുതൽ പൊന്മുടി വരെയുള്ള യാത്രക്കാരുടെ പരിപൂർണ സഹകരണം ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടി തുടർന്നു പോകാനുള്ള പ്രചോദനമായി. ഞങ്ങൾ ആദ്യമായി നെയ്യാറ്റിങ്കരയിൽ നിന്നും പൊന്മുടി സർവീസ് പോയത് നെയ്യാറ്റിങ്കര ഡിപ്പോയിലുള്ള RC 290 എന്ന ബസ്സുമായാണ്. മലയോര പ്രദേശത്തേക്കുള്ള ഈ സർവീസ് പൊന്മുടി UPS സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൊന്മുടി ലയം, BSS, പോലീസ് സ്റ്റേഷൻ, ഗസ്റ്റ് ഹൗസ്, KTDC, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ജീവനക്കാർക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു സർവീസാണ്. ഈ പൊന്മുടി സർവീസിൽ 100-ലധികം പേർ ചേർന്ന് ടീം HRR എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ഫലമായി യാത്രക്കാർക്ക് മുൻകൂട്ടി സമയം നിശ്ചയിച്ച് വളരെ സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. നെയ്യാറ്റിങ്കര പൊന്മുടി സർവീസിൻ്റെ തുടക്കം മുതൽ നാളിതുവരെ ഈ സർവീസിൻ്റെ നല്ലൊരു നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളോടൊത്ത് സഹകരിച്ച KSRTC മേലുദ്യോഗസ്ഥർ, ജീവനക്കാർ, അതുപോലെ തന്നെ ഇതിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ യാത്രക്കാർ, ഇതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മയിലുള്ളവർ എന്നിവർക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. നെയ്യാറ്റിങ്കര പൊന്മുടി സർവീസ് ഇതിൻ്റെ തുടക്കം മുതൽ നാളിതുവരെ നല്ല രീതിയിൽ സർവീസ് നടത്താൻ സഹകരിച്ച KSRTC മേലുദ്യോഗസ്ഥർ, ജീവനക്കാർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. ഈ മെയ് മാസം 31-ാം തീയതി ഞാൻ KSRTC സർവീസിൽ നിന്നും വിരമിക്കുന്ന വിവരം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. ഇതുവരെ എന്നോടൊത്ത് സഹകരിച്ച മുഴുവൻ യാത്രക്കാർക്കും, എൻ്റെ ജീവനക്കാർക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു.